ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വിവാദങ്ങൾക്കിടയിൽ PMA സമീറും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒരേ വേദിയിലെത്തി. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ തെന്നലയിൽ UDF സ്ഥാനാർത്ഥി PMA സമീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്. സോണൽ കൃഷ്ണ വീരങ്ങളുമായി. സോണൽ, ഇപ്പോൾ PMA സമീറിന്റെ പ്രചാരണത്തിന് രണ്ടത്താണി എത്തി എന്നുള്ളതല്ലേ ഈ ദൃശ്യത്തിന്റെയും വാർത്തയുടെയും കൗതുകം? തീർച്ചയായിട്ടും നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ തന്നെ വലിയ കോലാഹലങ്ങളായിരുന്നു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതായത് തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. കടുത്ത വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയിരിക്കെ പിന്നീട് ചർച്ചകൾ നടത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്ന നീക്കങ്ങളെല്ലാം ഉണ്ടായി. മുസ്ലിം ലീഗ് വിടുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനിടയിൽ CPM അദ്ദേഹത്തെ തങ്ങളുടെ LDFിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പാഴാകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ PMA സമീറിന്റെ പ്രചാരണ പരിപാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൗതുകം. രണ്ടാളും ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. തെന്നലയിലെ, അതായത് തിരൂരങ്ങാടി മണ്ഡലത്തിലെ തെന്നലയിൽ ചേർന്ന ഒരു കുടുംബയോഗവുമായി ബന്ധപ്പെട്ട ആ യോഗത്തിലാണ് ഇത്തരം ഒരു രണ്ടുപേരും ഒരുമിച്ചെത്തി ആ വേദി പങ്കിടുന്ന കാഴ്ച കണ്ടത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ പിന്നീടും വൈറലാകുന്ന സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ രണ്ടത്താണിക്കെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കൃത്യമായ ചേരിതിരിവ് ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോഴിതാ രണ്ടുപേരും ഒരേ വേദിയിലെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ആ തിരൂരങ്ങാടിയെ സംബന്ധിച്ച് ഇനി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമില്ല. രണ്ടത്താണിയുമായി സംസാരിച്ചത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ PMA സമീറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് തന്നെ രണ്ടത്താണി എത്തി എന്നുള്ളതാണ് അത്